സ്വാതന്ത്ര്യത്തിൻ്റെ ഗുണഫലങ്ങളുടെ ഒരംശം പോലും ഈ പിന്നോക്ക വിഭാഗങ്ങൾക്ക് മലപ്പുറത്ത് ലഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പഠിക്കാൻ അല്ലെ പഠിപ്പിക്കുവാൻ മലപ്പുറത്ത് എവിടെയാണ്? ഈഴവർക്ക് പഠിക്കാൻ അല്ലെങ്കിൽ പഠിപ്പിക്കാൻ ഒരു കുട്ടിപ്പള്ളിക്കൂടം പോലും മലപ്പുറത്തില്ല എന്നതാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ ഏറ്റവും വലിയ ജിജ്ഞാസ. മലപ്പുറത്ത് ഈഴവർക്ക് കാര്യങ്ങൾ തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം പോലും ലഭിച്ചിട്ടില്ലെന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു വെക്കുന്നത്. ഏറ്റവും രസകരമായ വസ്തുത, വെള്ളാപ്പള്ളി ഇത് പറയുന്നത് മലപ്പുറം ജില്ലയിലെ ചുങ്കത്തറയിലെ SNDP സമ്മേളനത്തിലാണ്. വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയോട് മതേതര കേരളം പ്രതികരിച്ചത് വളരെ സൂക്ഷ്മതയോടെയാണ്. വെള്ളാപ്പള്ളി മതേതര കേരളത്തിൽ സാമുദായിക സമവാക്യങ്ങളെ തച്ചുടച്ച് തനിക്ക് നഷ്ടപ്പെട്ട ജനശ്രദ്ധ തിരിച്ചുപിടിക്കാൻ ഇതുപോലുള്ള എന്ത് നെറികേടും പറയാൻ വെള്ളാപ്പള്ളി ഒരു കാലത്തും മടി കാണിച്ചിട്ടുമില്ല. ഇതൊന്നും അറിയാത്തവരല്ല കേരളീയർ എന്നത് നമുക്കൊക്കെ അറിയാം. എന്നാൽ വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ ദിവസം നടത്തിയ വർഗീയ പരാമർശത്തെ കേരളത്തിൻ്റെ മുൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ശ്രീമാൻ ഡോക്ടർ KT ജലീൽ സമീപിക്കുന്ന രീതി നമുക്കൊന്ന് പരിശോധിക്കാം. അതിനു മുൻപ് വെള്ളാപ്പള്ളി എന്താണ് ചുങ്കത്തറയിലെ SNDP സമ്മേളനത്തിൽ പറഞ്ഞത് എന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. പഠിപ്പിക്കുവാൻ മലപ്പുറത്ത് എവിടെയാണ്? ഒരു കുട്ടിപ്പള്ളിക്കൂടം പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ പല ഭരണകൂടങ്ങളും വന്നു. ഈ വന്നവനും പോയതും എല്ലാം തന്നെ അവരുടെ കുടുംബസ്വത്തായി കണക്കായിക്കൊണ്ട് അവരുടെ കുടുംബത്തിലേക്ക് എല്ലാ അധികാരങ്ങളും അവകാശങ്ങളും കൊണ്ടുപോയപ്പോൾ ഞങ്ങളും കുടുംബക്കാരാണ് എന്നുള്ള വിചാരത്തോടു കൂടി ഈ പിന്നോക്ക വിഭാഗങ്ങളിൽ ഒരു കുട്ടിപ്പള്ളിക്കൂടം കൊണ്ടുകൊടുത്താൽ എന്തുണ്ട് മലപ്പുറത്താവും? തൊഴിലുറപ്പുണ്ടേ, അതിലൊക്കെ നമുക്ക് വളരെ പ്രാതിനിധ്യമുണ്ട്. ബാക്കി എന്തിനാണ് നമുക്ക് പ്രാതിനിധ്യം? എല്ലാവർക്കും വോട്ട് കൊടുക്കാൻ മാത്രം വിധിക്കപ്പെട്ടവരാണ്. വെള്ളാപ്പള്ളി നടേശന് മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ചാണ് ജലീലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. അതിങ്ങനെയാണ് വായിക്കേണ്ടത്. പ്രിയപ്പെട്ട വെള്ളാപ്പള്ളി സാറിന് ക്ഷേമം നേരുന്നു. ശ്രീനാരായണീയ പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനാണ് താങ്കൾ. കേരളത്തിലെ അറിയപ്പെടുന്ന വ്യവസായ പ്രമുഖൻ, നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ചെയർമാൻ. വെള്ളാപ്പള്ളിയുടെ വ്യവസായം എന്തെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. കഠിനാധ്വാനത്തിലൂടെ ഉയർന്ന് സാമൂഹ്യരംഗത്ത് പ്രശസ്തനായ വ്യക്തി, ലക്ഷക്കണക്കിന് അനുയായികളുള്ള SNDPയുടെ സമുന്നത നേതാവ്, എല്ലാവരും ബഹുമാനിക്കുന്ന വ്യക്തിത്വം. ഈ നിലകളിലെല്ലാം അറിയപ്പെടുന്ന താങ്കളിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകാതിരുന്ന വാചകങ്ങളാണ് അങ്ങയുടേത് എന്ന പേരിൽ വാർത്തകളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്. മലപ്പുറം പ്രത്യേക രാജ്യം, ചില പ്രത്യേക ആളുകളുടെ സംസ്ഥാനം എന്ന് താങ്കൾ പ്രസ്താവന നടത്തിയതായാണ് റിപ്പോർട്ടർ TV വാർത്ത നൽകിയിരിക്കുന്നത്. ശ്രദ്ധിക്കണേ, അവിടെയും വെള്ളാപ്പള്ളിയെ നേരിട്ട് തോണ്ടാൻ ജലീലിക്കാക്ക് ഒരു മടിയുണ്ട്. റിപ്പോർട്ടർ TV വാർത്ത നൽകിയതാണ് കുഴപ്പമായിട്ട് ജലീൽ സാഹിബിന് തോന്നുന്നത്. ഇങ്ങനെ പോകുന്ന കുറിപ്പിൽ താൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കാലത്ത് ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ VC-യായി ഡോക്ടർ മുബാറക്ക് പാഷയെ നിയമിച്ചതിന് അന്ന് വെള്ളാപ്പള്ളി തന്നെയും സർക്കാരിനെയും തെറി പറഞ്ഞതും ജലീൽ സാഹിബ് ഓർത്തെടുക്കുന്നുണ്ട്. എന്നാലും താങ്കൾ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ലാത്ത ആളാണ് എന്നാണ് ജലീൽ സാഹിബ് വെള്ളാപ്പള്ളിയെ ഉപദേശിക്കുന്നത്. അന്ന് ഇതുപോലെ ഞാൻ വന്ന് താങ്കളുടെ കാല് പിടിച്ചപ്പോൾ താങ്കൾ പ്രസ്താവന തിരുത്തിയതാണല്ലോ, അതുകൊണ്ടാണ് ഇപ്പോഴും ഞാനൊരു കാലുപിടുത്തത്തിന് വേണ്ടി വന്നിരിക്കുന്നത് എന്നാണ് ജലീൽ വെള്ളാപ്പള്ളിയോട് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ. ഏറ്റവും അവസാനം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ ഇഫ്താറിൽ വെച്ച് കണ്ടുമുട്ടിയപ്പോഴും നമ്മൾ പഴയ സൗഹൃദമൊക്കെ പുതുക്കിയതാണല്ലോ, എന്നിട്ടും മലപ്പുറത്തെക്കുറിച്ച് അങ്ങ് നടത്തിയ പ്രസ്താവന എന്നെ ഞെട്ടിച്ചിരിക്കുന്നു എന്ന് സൂചിപ്പിക്കാനാണ്
ഫേസ്ബുക്കിൽ ജലീൽ സാഹിബ് പാടുപെടുന്നത്. താങ്കൾ നടത്തിയ മലപ്പുറ വിരുദ്ധ പ്രസ്താവന ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾക്ക് വഴിവെക്കാൻ സാധ്യതയുണ്ടെന്ന് ജലീൽ സാഹിബിന് ഭയവുമുണ്ട്. 1967 EMS സർക്കാർ മലപ്പുറം ജില്ല രൂപീകരിച്ചപ്പോൾ അതിനെതിരെ ജനസംഘമുയർത്തിയ മുദ്രാവാക്യത്തിന് സമാനമാണ് താങ്കളുടെ വാക്കുകൾ. കോൺഗ്രസും എരുതിയിൽ എണ്ണയൊഴിച്ച് മലപ്പുറം വിരുദ്ധ നീക്കത്തിന് ശക്തി പകർന്നു എന്നും ജലീൽ വെള്ളാപ്പള്ളിക്ക് മേൽ വെള്ള പൂശുന്നുണ്ട്. അങ്ങയെപ്പോലെ ഒരു നേതാവിൽ നിന്ന് താങ്കൾ നടത്തിയ പ്രസ്താവനയിലെ ചില വാക്കുകൾ ആരും പ്രതീക്ഷിച്ചതല്ല. ആരുമല്ല ജലീലെ, ജലീല് പ്രതീക്ഷിച്ചില്ല. പക്ഷേ കേരളത്തിലെ 99% ആളുകൾക്കും അറിയാം വെള്ളാപ്പള്ളി വാ തുറന്നാൽ വർഗീയത പറയുന്ന വിഷപ്പാ. ഇനി താങ്കൾ പറഞ്ഞത് സത്യമാണോ? മലപ്പുറത്തുകാരിൽ നിന്ന് താങ്കൾക്ക് വല്ല ദുരനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ടോ? മലപ്പുറത്തുകാരെങ്കിലും താങ്കളെ പറ്റിച്ചിട്ടുണ്ടോ? അവരാരെങ്കിലും അങ്ങയെ സാമ്പത്തികമായി വഞ്ചിച്ചിട്ടുണ്ടോ? മലപ്പുറത്തുകാർ കളങ്കമില്ലാത്ത സ്നേഹത്തിൻ്റെ ഉടമസ്ഥരാണ് നടേശൻ സാർ. അവരോടൊപ്പം കുറച്ചു ദിവസം ഇടപഴകിയാൽ താങ്കളുടെ എല്ലാ തെറ്റിദ്ധാരണകളും മാറും. അങ്ങനൊരു ശുദ്ധ പ്രകൃതിക്കാരനാണ്. പറ്റിയ പിശുക്ക് തിരുത്താൻ താങ്കൾ മടി കാണിക്കാത്ത ആളാണെന്ന് എനിക്ക് നേരനുഭവമാണ്. മുസ്ലിം ലീഗിലെ ഏഴാം കൂലികളായ മുൻ വിദ്യാഭ്യാസ മന്ത്രി PK അബ്ദുർ റബ്ബിനെ പോലുള്ളവരുടെ പ്രതികരണങ്ങൾ താങ്കൾ അവഗണിക്കുക. PC ജോർജ് എന്ന വർഗീയ കോമരത്തോടാണ് താങ്കളെ അദ്ദേഹം ഉദാഹരിച്ചിരിക്കുന്നത്. എന്നെയും ആ ഗണത്തിലാണ് വിവരമില്ലായ്മയുടെ ആൾരൂപം ചേർത്തു വച്ചിരിക്കുന്നത്. ലീഗിന് പോലും വേണ്ടാത്ത മുടക്കാച്ചരക്കുകളുടെ പദപ്രയോഗങ്ങളെ ആ നിലക്ക് കണ്ടാൽ ഒന്ന് ഓർത്തു നോക്കണേ. KT ജലീലിൻ്റെ ഒരു ഗതികേട്. മലപ്പുറത്തെ മുഴുവൻ ജനങ്ങളെയും ഒരു പ്രത്യേകതരം രാജ്യക്കാരായും വർഗീയ ചിന്താഗതിക്കാരുള്ളവരുമായി ചിത്രീകരിച്ച വെള്ളാപ്പള്ളി നടേശനോട് KT ജലീൽ ഉപദേശിച്ചു കൊടുക്കുന്ന ഉപദേശം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖലി തങ്ങളോ PK കുഞ്ഞാലിക്കുട്ടിയോ എന്തെങ്കിലും പറഞ്ഞാൽ മാത്രമേ താങ്കൾ ഗൗനിക്കേണ്ടതുള്ളൂ. മലപ്പുറത്തുകാരെ വേദനിപ്പിച്ച താങ്കളുടെ പ്രസംഗഭാഗം അങ്ങ് തിരുത്തുമെന്ന വിശ്വാസത്തോടെ സ്നേഹപൂർവം ഡോക്ടർ KT ജലീൽ. എങ്ങനെയുണ്ട്? കേരളത്തിലെ സാമൂഹിക, സാംസ്കാരിക, സാമുദായിക സമവാക്യങ്ങളെ തച്ചുടക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന രണ്ടു പ്രമുഖരാണ് PC ജോർജും വെള്ളാപ്പള്ളി നടേശനും. പക്ഷേ ഇതൊന്നും തിരിച്ചറിയാനുള്ള ബുദ്ധിയും വിവേകവും ഡോക്ടർ KT ജലീലിനില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് തെളിയിക്കുന്നത്. ഏതായാലും ഈ ചിന്ത ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് വിടുകയാണ്. നിങ്ങൾ തന്നെ തീരുമാനിക്കുക. വെള്ളാപ്പള്ളി നടേശനെ പോലെ പച്ചക്ക് വർഗീയത പറയുന്ന, പലപ്പോഴായി കേരളത്തിലെ ഓരോ സംഭവവികാസങ്ങളിലും വർഗീയമായി പ്രതികരിച്ചിട്ടുള്ള വെള്ളാപ്പള്ളി നടേശനോട് KT ജലീൽ നടത്തിയ ഉപദേശവും അപേക്ഷയും എത്രമാത്രം അനുയോജ്യമാണ് എന്നത് നിങ്ങൾക്ക് വിടുന്നു. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും